നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരം പോകുന്നു. അമ്മ എന്താ ഇത്ര വൈകുന്നേ? എന്താ പത്മിനി ഇത്? അമ്പലത്തിൽ പോയിട്ട് വരാൻ ഇത്രയും സമയം വേണം? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ? പോയി റെഡിയാവും പെട്ടെന്ന്. ഇതുവരെ ഇല്ലാത്തൊരു ഭക്തി. അമ്മേ, എന്താ ഇത്ര വൈകിയത്? രാവിലെ ബാങ്കിലേക്ക് പോകണമെന്ന് അറിയാത്തൊന്നല്ലോ. നീ ഒന്ന് മിണ്ടാതിരിക്കെ. നന്നായി അമ്മേ. എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ഭഗവതിയുടെ അനുഗ്രഹം വാങ്ങുന്നത് നല്ലത് തന്നെയാ. അമ്മേ, ഇതെന്താ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നുള്ള മട്ടില്? എന്താ ഇപ്പൊ നിനക്ക് വേണ്ടത്? അമ്മേ, നമുക്ക് പോവാം. 11 മണിക്ക് മുമ്പ് ബാങ്കിലെത്തണം. ബാങ്കിലോ? അതെന്തിനാ? പത്മിനി, നിനക്കെന്താ പെട്ടെന്ന് വല്ല മറവി രോഗവും വന്നോ? ഒരു തരത്തിലുള്ള രോഗം എനിക്കില്ല. പിന്നെ എന്തിനാ ബാങ്കിലേക്ക് പോകുന്ന എന്തിനാന്ന് ചോദിച്ചത്? നിനക്കറിയില്ലേ ബാങ്കിലേക്ക് പോകുന്ന എന്തിനാന്ന്? അച്ഛാ, ബഹളം വെക്കല്ലേ. ഇന്നെന്താ അമ്മേ പുതിയൊരു വെളിപാട്? വെറുതെ ടെൻഷൻ ആക്കല്ലേ ഗൂഗിളെ. അവനാണ് ഇപ്പൊ ടെൻഷൻ ആക്കുന്നത്. അമ്മേ, നമ്മുടെ സ്ഥലത്തിന്റെ ആധാരം ബാങ്കിൽ ഈട് കൊടുത്ത് ലോൺ എടുക്കാൻ ചെല്ലാന്ന് പറഞ്ഞത് ഇന്നല്ലേ? നമ്മുടെ സ്ഥലോ? അതേതാ നമ്മുടെ സ്ഥലം? എനിക്കറിയില്ലല്ലോ. നമ്മുടെ സ്ഥലമാണത്രേ, നമ്മുടെ സ്ഥലം. അങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഇല്ല. അമ്മേ, നാട്ടിലെ 1 ഏക്കർ നിലം അമ്മയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തന്നില്ലേ? ആ കാര്യമാണ് അമ്മേ പറഞ്ഞത്. ഓ, അത് എന്റെ ഭൂമി, എന്റെ സ്വന്തം ഭൂമി. അല്ല, അതിപ്പോ എന്ത് വേണോന്നാ? അത് ബാങ്കിൽ ഈട് കൊടുത്തിട്ടല്ലേ നമ്മൾ ലോൺ എടുക്കാൻ പോണത്. എന്റെ സ്ഥലം, എന്റെ സ്വന്തം ഭൂമി എവിടെയും കൊണ്ടുപോയി ഈട് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് വേറെ ആളെ നോക്ക്. അയ്യോ അച്ഛാ, അച്ഛാ, തടയണ്ട. വേണ്ട. ശിവേണ്ണൻ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ പറഞ്ഞത് ഒരിക്കൽ കൂടെ ഉറപ്പിച്ചങ്ങ് പറഞ്ഞേക്കാം. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ ആ സ്ഥലം ഒരു ബാങ്കിലും കൊണ്ടുപോയി വയ്ക്കാൻ പറ്റില്ല. അമ്മേ, ഈ ലാസ്റ്റ് മിനിറ്റിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇതൊരു ലാസ്റ്റ് മിനിറ്റ് ആണെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ആ സ്ഥലം എനിക്കും എന്റെ 2 മക്കൾക്കും ഉള്ളതാണെന്ന്. എടി പൊട്ടി പെണ്ണെ, നിന്നോട് ഞാൻ 100,000 പ്രാവശ്യം പറഞ്ഞതാ ആ സ്ഥലം എവളുടെ പേർക്ക് എഴുതി കൊടുക്കല്ലേ. അപ്പോഴേക്ക് എവളുടെ ഒരു ആത്മഹത്യാ ഭീഷണി, അതിൽ നീ വീണു. അത് തന്നെയായിരുന്നല്ലോ എവളുടെ കുടില തന്ത്രം. ഈ അസത്തിന്റെ മനസ്സിലൊരു ചെകുത്താൻ കയറി കൂടിയിട്ടുണ്ടെന്ന് എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞതാ. നീ കേട്ടോ? പാല് കൊടുക്കുന്ന കയ്യിൽ കൊത്തുന്ന ഈ വിഷപ്പാമ്പിനെ ആരെങ്കിലും വിശ്വസിക്കൂ? അമ്മയെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയാതെ അച്ഛാ. എനിക്ക് വിശ്വാസമുണ്ട് അമ്മ ഈ ആധാരം തരും, ബാങ്കിൽ വന്ന് ഒപ്പിട്ട് തരുകയും ചെയ്യും. അമ്മേ, എന്റെ കൂട്ടുകാരി പ്രിയ, ബാങ്ക് മാനേജറുടെ മകള് ഇപ്പൊ അവിടെ എത്തും. നമുക്ക് പോണ്ടേ അമ്മേ? അപ്പോ ഇത്രയും നേരം ഞാൻ പറഞ്ഞു വന്ന് മലയാളത്തിലല്ലേ? അതെന്താ നിന്റെയൊക്കെ ചെവിയിൽ വീഴാത്തത്? ഇപ്പൊ നിന്റെ ചെവിയിലേക്ക് ഞാൻ ചോദിക്കുന്നു, നീ ബാങ്കിലോട്ട് വരുന്നോ ഇല്ലയോ? വരുന്നില്ല, വരുന്നില്ല, വരുന്നില്ല. എന്റെ ജീവൻ അങ്ങ് പോയാലും ഞാൻ വരില്ല. വേണമെങ്കിൽ എന്നെ കൊന്നിട്ട് ആ ശവത്തെ ബാങ്കിൽ കൊണ്ടുപോയിക്കോ. ഇവളി കുടുംബത്തെ നശിപ്പിച്ച് കുളം തോട്ട് മക്കളെ, അതിലും നല്ലത് ഇവളങ്ങ് ചാകുന്നതാ. എന്നെ സങ്കടപ്പെടുത്താതെ എന്നെ കരയിക്കല്ലേ. കരയല്ലേ മോളെ, നീ കരയല്ലേ. നീ ഒരുപാട് കരഞ്ഞു. ഇത്രയും നാള് ഞാൻ ക്ഷമിച്ചു. നിന്റെ നേർക്കുള്ള ഇവളുടെ ക്രൂരതകളൊക്കെ ഞാൻ എന്റെ മനസ്സിൽ കരഞ്ഞു കരഞ്ഞ് സഹിക്കുകയായിരുന്നു. ഇപ്പൊ നോക്ക് ഇവളെന്താ ചെയ്തതെന്ന്, എന്താ ചെയ്യിക്കുന്നതെന്ന്. ഇങ്ങനെ ഒരു പിശാചി ജീവിക്കുന്നത് ഈ കുടുംബത്തിനെന്നല്ല, ഈ ലോകത്തിന് തന്നെ ആപത്താണ്. ഇങ്ങനെയൊന്നും പറയല്ല അച്ഛാ. അമ്മ ഇങ്ങനെ ശപിക്കല്ലേ. അതെ, ശപിക്കരുത്. ഇത്രയും നാൾ നമ്മളോടൊക്കെ ചെയ്തതിന് അഭിനന്ദിക്കണം. ഞാൻ ഇവളെ അനുഗ്രഹിക്കണം, അല്ലേ? ആകെയുള്ളൊരു സ്ഥലം ബാങ്കിൽ കൊണ്ടുപോയി വച്ചു തുരക്കുന്ന എതിർത്തതിനാ നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കുന്നത്.
അങ്ങനെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. അമ്മയെ പറ്റിക്കണമെന്ന് സ്വപ്നത്തെ പോലും ഞങ്ങൾ ആരും കരുതിയിട്ടില്ല. 1 കൊല്ലത്തിനുള്ളിൽ ബാങ്കിൽ നിന്ന് ആധാരം എടുത്ത് അമ്മയ്ക്ക് തിരിച്ചു തരും. ഓ പിന്നെ ഇതൊക്കെ പറയാൻ നീ ആരാടി? സൂപ്പർ മാർക്കറ്റ് പൊളിഞ്ഞ ബാങ്ക് വരാ സ്ഥലവും കൊണ്ടങ്ങ് പോവും. നഷ്ടപ്പെടുന്നത് എനിക്ക് മാത്രം. സൂപ്പർ മാർക്കറ്റ് തുടങ്ങാനേ നിങ്ങൾ മറ്റെന്തെങ്കിലും മാർഗം നോക്ക്. എന്റെ പിന്നാലെ ഇങ്ങനെ കെഞ്ചി നടക്കാതെ. എന്തിനാ അമ്മ ഇങ്ങനത്തെ ചീത്ത ചിന്ത? സൂപ്പർ മാർക്കറ്റ് പൊളിയെന്ന് അമ്മയുടെ ആരെങ്കിലും പറഞ്ഞോ? ചില കാര്യങ്ങളൊക്കെ പറയാതെ തന്നെ മനസ്സിലാക്കണം. അതിനാ ദൈവം ബുദ്ധി തന്നിട്ടുള്ളത്. എന്റെ സ്ഥലം ഞാൻ ആർക്കും കൊടുക്കുന്നില്ല. നിന്റെ സ്ഥലോ? പത്മാവതിയുടെ സ്ഥലമാത്. ആതിരയ്ക്ക് വേണ്ടി വാങ്ങിയ സ്ഥലം. സ്ഥലത്തിന്റെ പുരാവർത്തം നിങ്ങൾ എന്നോട് പറയണ്ട. ഇങ്ങനൊരു സ്ഥലത്തിന്റെ കാര്യം എന്നോട് മറച്ചു വെച്ചവരാ നിങ്ങൾ അച്ഛനും മോളും. ഇപ്പോഴത് എന്റെ പേരില. എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഞാൻ മാത്രം തീരുമാനിക്കും. പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമയം കളയല്ലേ. ബാങ്കിലെ ലോണും മുസ്തഫ അങ്കിളിന്റെ കടയും ഒക്കെ പറഞ്ഞു വെച്ചത് അമ്മ ആ സ്ഥലം ഈട് വെക്കാൻ സമ്മതിക്കുന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയില്ല. അവരോടൊക്കെ ഞാൻ എന്ത് പറയാനാ? എന്ത് വേണമെങ്കിലും പറഞ്ഞോ. നിന്റെ മനസ്സിൽ തോന്നുന്നതൊക്കെ പറഞ്ഞോ. പക്ഷേ ആ സ്ഥലം എന്റെ പേരില. അതിനെക്കുറിച്ച് എന്ത് തീരുമാനം എടുക്കാനുള്ള അധികാരം എനിക്കാ. അങ്ങനെ പറയല്ലേ അമ്മേ. അങ്ങനെ പറയൂ. അങ്ങനെ അല്ലാതെ മറ്റൊന്നും ഈ നാവിന്ന് വീടില്ല. എനിക്കും ഗോപിക്കും വേണ്ടിയാണ് അമ്മ ഈ ഭൂമി സ്വന്താക്കാൻ നോക്കുന്നെങ്കിലേ ഞങ്ങൾക്കത് വേണ്ട. അച്ഛനും ചേച്ചിയെ വിഷമിപ്പിച്ചിട്ട് ഒരു സ്വത്ത് ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് വേണം. മിണ്ടാതെ അപ്പുറത്തങ്ങനെ പോ. അച്ഛാ, ദാ പ്രിയ വിളിക്കുന്നുണ്ട്. നമുക്ക് പോണം. അവള് ബാങ്കിന്റെ മുൻപിൽ നിൽക്കുമായിരിക്കും. പോയില്ലെങ്കിൽ മോശ. നമുക്ക് വേണ്ടി ഇതുവരെ ചെയ്തതൊക്കെ വെറുതെ ആയിന്ന് പ്രിയ കരുതില്ലേ? പോയിട്ട് പ്രിയയോട് എന്താ പറയാൻ പോകുന്നത്? ഞാനേ അമ്മയോട് ഒന്നുകൂടെ സംസാരിക്കാം അച്ഛാ. ആ പ്രിയ. ആതിരെ, ഞാൻ ബാങ്കിന് മുന്നിലെ പാർക്കിങ്ങിൽ നിപ്പുണ്ട്. ഞങ്ങളെ ഉടനെ വരാം. നിങ്ങളൊക്കെ എവിടെ എത്തി? ആ ഓക്കെ, ശരി ശരി. ഞാനിവിടെ നിക്കാം. വേഗം വരുമല്ലോ.